This call is now being recorded. Okay, good morning to all. Last class we are discussing about the different casting and different casting methods. Like casting different terms are we discussing. So casting is one of the major manufacturing process. Manufacturing process ഒരു വിഭാഗം പ്രോഡക്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നത് മാനുഫാക്ചർ ചെയ്യുന്നത് കാസ്റ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ കാസ്റ്റിങ്ങിന് ഡിഫറെൻറ്റ് പ്രോസസ്സ് ഓൾറെഡി നമുക്കറിയുന്നതാണ്. ഡിഫറെൻറ്റ് പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളത് അതിൽ തന്നെ നമ്മൾ വർക്ക്ഷോപ്പിൽ നമ്മൾ അതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തതാണ്. അപ്പോൾ അതായത് ഡിഫറെൻറ്റ് ടേംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായത്. മെയിനായിട്ട് അതിലെന്തൊക്കെയുണ്ട്, ഒരു 3 പാർട്ട് ഉണ്ടല്ലേ കാസ്റ്റിംഗ്. ഇപ്പോൾ നോക്കാം, മാനുഫാക്ചറിങ് പ്രോസസ് പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. നമുക്കത് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പോയാൽ നമുക്ക് ഈസി ആയിട്ട് എക്സാം പാസ്സാവാൻ പറ്റുന്ന ഒരു പേപ്പറാണ് മാനുഫാക്ചറിങ്. നിങ്ങളുടെ നിങ്ങളുടെ പുതിയ സ്കീം സിലബസ് അനുസരിച്ചിട്ട് അതിൽ ചെറിയ ചെറിയ കുറച്ച് പ്രോബ്ലംസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി അഡ്വാൻസ് ടോപ്പിക്സ് ആഡ് ചെയ്തിട്ടുണ്ട് പുതിയ സിലബസിൽ. പഴയ സിലബസ് ആണെങ്കിൽ ഫുൾ തിയററ്റിക്കൽ മാത്രമാണല്ലോ. ഈ സിലബസിൽ തിയറിയിൽ കൂടി തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ടോപ്പിക്സും കുറച്ച് പ്രോബ്ലംസും കൂടി കുറച്ചും കൂടി അതിന് അത്രയും ലൈറ്റ് അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസിൽ അത്രയും ലൈറ്റ് അല്ല. എന്നിരുന്നാലും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സോ കാസ്റ്റിങ്ങിൽ നമുക്കറിയാം, കാസ്റ്റിങ്ങിൽ എന്നാൽ അതിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് കാസ്റ്റിങ്ങിന് മുമ്പ് ചെയ്യുന്ന കാസ്റ്റിംഗ് എവിടെയാണ് നമ്മൾ ചെയ്യുന്നത്, ഡൂയിങ് ഇറ്റ് പിന്നെ ഫൗണ്ടറി ഫ്ലോർ അല്ലെ. ഫൗണ്ടറി ഫ്ലോറിലാണ് നമ്മളിത് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഇനീഷ്യൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് കാസ്റ്റിംഗ് എന്തായിരുന്നു? ഫസ്റ്റ് യു ഹാവ് ടു മേക്ക് ദി മോൾഡ്. മോൾഡ് മേക്കിംഗ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ബിഫോർ കാസ്റ്റിംഗ്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉരുക്കി ഒഴിക്കുന്നതിനെയാണ് കാസ്റ്റിംഗ് അല്ലെ. അപ്പോൾ ഉരുക്കി ഒഴിക്കുന്ന ആ പ്രോസസ്സിനാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫൈനലി നമുക്ക് കിട്ടുന്ന ആ സോൾഡ് ചെയ്ത് കിട്ടുന്ന പീസാണ് നമുക്ക് കിട്ടിയ കാസ്റ്റ്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, നമ്മുടെ എൻജിൻ ബ്ലോക്സ് അല്ലെങ്കിൽ നമ്മുടെ മെഷീൻ ടൂൾസിന്റെ ബെഡ്സും മെഷീൻ ടൂൾസിന്റെ അതിന്റെ ലെഗ്സും അതിന്റെ ബെഡ്സും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കാസ്റ്റ് ചെയ്തിട്ടാണ്. കാസ്റ്റ് ആൻഡ് പാർട്ടാണ്. ഈസിലി നമുക്ക് ഇതിന്റെ ചേഞ്ച് ഷേപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനെ ഉരുക്കി അതിന്റെ ഏത് ഷേപ്പിലേക്കാണോ വേണ്ടത് ആ ഷേപ്പിലുള്ള മോൾഡിലേക്ക് ഒഴിച്ചാൽ നമുക്ക് ആ ഷേപ്പിലേക്ക് അത് കിട്ടും. അതുകൊണ്ട് തന്നെ അത് ഈസിലി നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൂടാണ്ട് കാസ്റ്റ് ചെയ്ത പാർട്ടിന്റെ എല്ലാം കംപ്രസീവ് സ്ട്രെങ്ത് കൂടുതലാണ്, അല്ലെങ്കിൽ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. സോ നമുക്ക് അതുപോലത്തെ പാർട്ടൊക്കെ നമുക്ക് കാസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കാം. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ കാസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. സോ കാസ്റ്റിംഗിന്റെ മുമ്പ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് മോൾഡ് മേക്കിംഗ് അല്ലെ. സോ ഓൾ ദീസ് പ്രോസസ് ആർ ഡൺ ഇൻ എ ഷോപ്പ് ഫ്ലോർ. ഇനീഷ്യലി വി ഹാവ് ടു മേക്ക് എ മോൾഡ്. അപ്പൊ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടേംസ് എന്തൊക്കെയാണ്? മോൾഡാണ് അല്ലെ. മോൾഡ് മേക്ക് ചെയ്യാറുണ്ട് അല്ലെ. സോ മോൾഡ് മീൻസ് വാട്ട്? മോൾഡ് മീൻസ് ദി ക്യാവിറ്റി in which we are filling the molten metal. Okay, so molten നമുക്ക് ഏതിൻ്റെയാണോ വേണ്ടത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു വിഗ്രഹമാണ്, അമ്പലത്തിലുള്ള ഒരു വിഗ്രഹമാണ് വേണമെങ്കിൽ ആ വിഗ്രഹത്തിന്റെ ഷേപ്പിൽ ഒരു ക്യാവിറ്റി അവിടെ ഉണ്ടാവും. അതിലേക്ക് നമുക്ക് ഏതാണോ ഇപ്പോൾ നമ്മൾ ഏത് ലോഹം വെച്ചാണോ ഉണ്ടാക്കുന്നത് അതിന്റെ ഉരുക്ക് ഒഴിച്ചു കൊടുക്കും, അതിന്റെ കാസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കും. സോ ആഫ്റ്റർ സോളിഡിഫൈങ് വിൽ ഗെറ്റ് ദാറ്റ് സ്റ്റാച്യു ഓഫ് ദാറ്റ് എന്താ അല്ലെങ്കിൽ ഐഡോൾ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ അലോയ് ഓഫ് മെറ്റൽ. അങ്ങനെയാണ് ചെയ്യുന്നത്. സോ ദിസ് മോൾഡ് മീൻസ് ഇറ്റ് ഈസ് ആക്ച്വലി എ ക്യാവിറ്റി. So in order to make that cavity we need a one duplicate or a replica part നമുക്ക് വേണം. അതിനെ നമ്മൾ പാറ്റേൺ എന്ന് പറയുന്നത്. എന്താണോ നമ്മളുടെ ഫൈനലായിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് അതിൻ്റെ ഒരു റെപ്ലിക്ക നമ്മളെടുത്ത് വേണം. ഓക്കെ, നമുക്ക് ഫൈനലായിട്ട് കിട്ടേണ്ട പ്രോഡക്റ്റ് നമ്മൾക്ക് സ്റ്റീൽ കൊണ്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ സെയിം പ്രോഡക്റ്റ് നമ്മളൊരു വുഡ് കൊണ്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മെറ്റൽ കൊണ്ട് ഇനീഷ്യൽ ഉണ്ടാക്കും. എന്തിനാണ് അത് ഉണ്ടാക്കുന്നത്? യൂസിങ് ദാറ്റ് യു ഹാവ് ടു മേക്ക് ദ മോൾഡ് അല്ലേ. അപ്പോൾ അതിനുശേഷം ആ മോൾഡിന്ന് ഈ പാറ്റേൺ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ ആ ഷേപ്പിലുള്ള ഒരു ക്യാവിറ്റി കിട്ടും. അതിലേക്കാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഇതിൽ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആയിട്ട് വരുന്നത് വൺ ഈസ് മോൾഡ്, സെക്കൻഡ് വൺ ഈസ് പാറ്റേൺ, തേർഡ് വൺ ഈസ് ഗേറ്റിംഗ് സിസ്റ്റം. ഗേറ്റിംഗ് സിസ്റ്റത്തിൽ കുറേ സ്മോൾ പാർട്സ് ഉണ്ട്. മോൾഡ് ആയിരുന്നു ഇന്നലെ നമ്മൾ നോക്കിയത് തന്നെയായിരുന്നു മോൾഡ്. ദ മോൾഡ് ഇൻ ടു വിച്ച് മോൾട്ടൺ മെറ്റൽ ഈസ് poured ഈസ് മെയ്ഡ് ഓഫ് സം ഹീറ്റ് റെസിസ്റ്റന്റ് മെറ്റീരിയൽ. സാൻഡ് ഈസ് മോസ്റ്റ് ഓഫൺ യൂസ്ഡ് ആസ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് റെഡിലി അവൈലബിൾ. സാൻഡ് മോൾഡാണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് മോൾഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ സാൻഡ് പറഞ്ഞാൽ അതിൽ കുറേ ടൈപ്സ് ഓഫ് സാൻഡ് ഉണ്ട്. ഗ്രീൻ സാൻഡ് ഉണ്ട്, ഡിഫറെൻറ്റ് പ്രിപ്പയർഡ് സാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് മോൾഡിങ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ പഠിച്ചതാണ് എന്തൊക്കെയാണ് അതിൽ ആഡ് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ. അപ്പോൾ സാൻഡിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കി. ഫ്ലോബിലിറ്റി, ഗ്രീൻ സ്ട്രെങ്ത് അല്ലെ, ഹോട്ട് സ്ട്രെങ്ത്, പെർമിയബിലിറ്റി ഓർ പോറോസിറ്റി, റിഫ്രാക്റ്ററിനെസ്, adhesiveness, plasticity and chemical stability. All these properties are important
ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. സെക്കൻഡ് അതിൽ വരുന്നൊരു കാര്യമാണ് പാറ്റേൺ അല്ലെ. പാറ്റേൺ ഓൾസോ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളത് വുഡ് കൊണ്ടുള്ള പാറ്റേൺ ആണ് യൂസ് ചെയ്തത്. വി ക്യാൻ യൂസ് വുഡ്, ഓർ വി ക്യാൻ യൂസ് മെറ്റാലിക് പാറ്റേൺ, ഓർ വി ക്യാൻ യൂസ് പ്ലാസ്റ്റിക്സ്, വി ക്യാൻ യൂസ് വാക്സസ്. ദീസ് ആർ ദ ഡിഫറെന്റ് മെറ്റീരിയൽസ് യൂസ് ഫോർ മേക്കിംഗ് പാറ്റേൺ. അതുപോലെ തന്നെ ഈ പറയുന്ന അപ്പോൾ അതിന് എല്ലാ പാറ്റേൺ മെറ്റീരിയൽസിനും അതിൻ്റെതായ ലിമിറ്റേഷൻ, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. വുഡ് ആകുമ്പോൾ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്, ലോ കോസ്റ്റ് ആണ്, ഈസിലി നമുക്ക് ഈസിലി അവൈലബിൾ ആണ്, റെഡിലി അവൈലബിൾ ആണ്, ഈസി ടു വർക്ക്. ഇതൊക്കെയാണ് വുഡിന്റെ അഡ്വാൻറ്റേജ്. പക്ഷേ ഡിസഡ്വാൻറ്റേജ് ആണ് അത് മോയ്സ്ചർ അബ്സോർബ് ചെയ്യുക, ഈ സാൻഡിലില്ല, ഈ മോൾഡിലില്ല മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് ഇസ് ദ ഡിസഡ്വാൻറ്റേജ്. ഇനി നമുക്ക് മെറ്റാലിക് പാറ്റേൺസിലേക്ക് പോയാലോ, നമുക്ക് ഈസിലി സർഫസ് ഫിനിഷ്, നല്ല സർഫസ് ഫിനിഷിൽ നമുക്ക് സാധനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ അതൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അതുപോലെ തന്നെ മാസ് പ്രൊഡക്ഷന് വേണ്ടി കൂടുതൽ നമുക്ക് മെറ്റാലിക് പാറ്റേൺസ് യൂസ് ചെയ്യാം. ഓൾസോ നമ്മൾ ജിപ്സംസ് ഒക്കെ പാറ്റേൺസ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നു. പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് വരുന്നത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. വാക്സസ് ഉപയോഗിക്കുന്നുണ്ട്. വാക്സസ് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും മോൾഡ് പൊളിക്കാണ്ട് തന്നെ പാറ്റേൺ മാറ്റാം അല്ലെ. ചൂടാക്കിയിട്ട് നമുക്കതിനെ ഉരുക്കി അതിനെ കളയാൻ വേണ്ടി പറ്റും വാക്സിനാണ്. സോ ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിലൊക്കെ നമ്മൾ യൂസ് ചെയ്തത് വാക്സ് പാറ്റേൺ ആണ്. സോ പാറ്റേൺസ് നമ്മൾ നോക്കി അതിന്റെ ഡിഫറെന്റ് പാറ്റേൺ മെറ്റീരിയൽസ് എന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. സോ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പാറ്റേൺ ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് വാട്ട് ഇസ് എ പാറ്റേൺ, വാട്ട് ആർ ദ ഡിഫറെന്റ് മെറ്റീരിയൽസ് യൂസ് ഫോർ എ പാറ്റേൺ ചോദിക്കും. അതുപോലെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഈ പോയിന്റ്സ് ഒക്കെ ഓർമ്മ വേണം. ആഫ്റ്റർ ദാറ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാറ്റേൺ. പാറ്റേൺ ഞാൻ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പാറ്റേൺ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാവുന്നതാണ്. ഒരു ക്യൂബിക് ഷേപ്പിലുള്ള ഒരു വുഡൻ പീസാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പാറ്റേൺ അല്ല. നമ്മൾ ഒറ്റ എക്സ്പെരിമെന്റ് ആണ് ഫൗണ്ടറിയിൽ ചെയ്തത്. അത് വുഡൻ, അതിൽ തന്നെ നമുക്ക് സ്പ്ലിറ്റ് പാറ്റേൺ വെച്ച് നമ്മൾ ചെയ്യാറുണ്ട്. സ്പ്ലിറ്റ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ 2 പീസസ് ഉണ്ടാവും. നമ്മൾ ചെയ്ത ക്യൂബിക് പീസസിന് നമുക്ക് ഒരു പീസ് മതി. കാരണം അതിൽ നമുക്ക് ഈസി നമുക്കതിനെ മോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഈസി നമുക്കതിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷെ ചില കേസസിൽ നമുക്ക് സ്പ്ലിറ്റ് പാറ്റേൺസ് ഉപയോഗിക്കേണ്ടി വരും. കാരണം സിംഗിൾ പാറ്റേൺ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഈ 2 പീസ് പാറ്റേൺ അല്ലെങ്കിൽ സ്പ്ലിറ്റ് പാറ്റേൺ യൂസ് ചെയ്യണം. സോ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാറ്റേൺ. First one is a single piece pattern like we have done last time. Second one is a split pattern or a 2-piece pattern. Gated pattern is there. Gated pattern എന്ന് പറഞ്ഞാൽ ഒരു ഗേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും ഈ പാറ്റേണിന്റെ കൂടെ തന്നെ. അതിൽ നമുക്ക് ഒരു ഫ്യൂ നമ്പർ ഓഫ് പാറ്റേൺസ് ഒന്നിച്ചുണ്ടാക്കാൻ പറ്റും, ഫ്യൂ നമ്പർ ഓഫ് കാസ്റ്റിംഗ്സ് ഒന്നിച്ചുണ്ടാക്കാൻ പറ്റും. കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ ഉണ്ട്, അതുപോലെ മാച്ച് പ്ലേറ്റ് പാറ്റേൺ ഉണ്ട്. അത് രണ്ടും കുറച്ചും കൂടി സിമിലർ ആണ്. കോപ്പ് ആൻഡ് ഡ്രാഗ് ആൻഡ് മാച്ച് പ്ലേറ്റ്. മാച്ച് പ്ലേറ്റ് ഒരു മാച്ച് പ്ലേറ്റ് ഉണ്ടാവും, അതിന്റെ 2 സൈഡിലെ ആയിരിക്കും നമ്മളെ പാറ്റേൺ ഉണ്ടാവും. അപ്പോൾ അതിൽ ഇന്റഗ്രേറ്റഡ് ഗേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേണും അതിൻ്റെ ഒരു വേറെ ടൈപ്പാണ്. അതിൽ 2 പ്ലേറ്റ് ഉണ്ടാവും. ഒരു പ്ലേറ്റ് മുകളിലായിട്ട് കോപ്പ് പാർട്ടും താഴെയായിട്ട് ഡ്രാഗ് പാർട്ട് ഓഫ് ദ പാറ്റേൺ ഉണ്ടാവും. അതിൽ ഈ റൈസറിങ് സിസ്റ്റം കൂടി ഉണ്ടാവും. ഓക്കെ. ദെൻ ലൂസ് പീസ് പാറ്റേൺ ഉണ്ട്, ഫോളോ ബോർഡ് പാറ്റേൺ ഉണ്ട്, സ്വീപ്പ് പാറ്റേൺ, സ്കെൽറ്റൺ പാറ്റേൺ. അതിൽ നമ്മൾ സിംഗിൾ പീസ് പാറ്റേൺ നോക്കിയാണ്, സിംഗിൾ പീസ് ഓഫ് പാറ്റേൺ ആണ്. ദെൻ സ്പ്ലിറ്റ് പാറ്റേൺ ഓർ 2 പീസ് പാറ്റേൺ ഉണ്ട്, അതിൽ 2 പാർട്ടായിട്ടായിരിക്കും പാറ്റേൺ ഉണ്ടാവുക. ദെൻ ഗേറ്റഡ് പാറ്റേൺ. ഗേറ്റഡ് പാറ്റേണിന്റെ കേസിൽ ഞാൻ പറഞ്ഞു ഗേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും, അതിൽ തന്നെ കുറേ പാറ്റേൺസ് ഉണ്ടാവും. ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗ് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഗേറ്റഡ് പാറ്റേണിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദെൻ മാച്ച് പ്ലേറ്റ് പാറ്റേൺ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒക്കെ വീഡിയോസ് അവൈലബിൾ ഉണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ കയറി മാച്ച് പ്ലേറ്റ് പാറ്റേൺ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും അതിനെക്കുറിച്ച്. നിങ്ങൾക്ക് അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. സോ നമ്മളിത് അതുപോലെ ഒരു ബൈ ഹാർട്ട് പോലെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ. So ഇത് along with the gating system, risering system is also separately attached to the pattern. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. 2 പ്ലേറ്റ് ഉണ്ടാവും, മുകളിൽ കോപ്പ് പാറ്റേണും താഴെ ട്രാക്ക് പാറ്റേണും ആയിരിക്കും. സെയിം ഇതൊരു ഫിഗർ, ഇത് വേറൊരു എക്സാമ്പിൾ ഫിഗർ. 2 ഫിഗർ ഞാൻ വെച്ചേ ഉള്ളൂ. രണ്ടും തമ്മിൽ സിമിലാരിറ്റി ഒന്നുമില്ല, രണ്ടും 2 എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ 4 പാറ്റേൺ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. സിംഗിൾ പീസ് പാറ്റേൺ സെയിം സാധനം സ്പ്ലിറ്റ് ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവും, സെയിം സാധനം മാച്ച് പ്ലേറ്റിൽ അങ്ങനെ ഉണ്ടാവും, കോപ്പ് ആൻഡ് ഡ്രാഗിൽ അങ്ങനെ ഉണ്ടാവും. ഓക്കെ. കോപ്പ് ആൻഡ് ഡ്രാഗിൽ ഒരു റൈസർ പാറ്റേൺ കൂടി എക്സ്ട്രാ ഉണ്ടാവും. പിന്നെ 2 സെപ്പറേറ്റ് പ്ലേറ്റ് ആയിരിക്കും. മാച്ച് പ്ലേറ്റിൽ ഒരു പ്ലേറ്റ് മുകളിലും താഴെയായിട്ടായിരിക്കും ഈ പാറ്റേൺ ഉണ്ടാവും. അടുത്താണ് ലൂസ് പീസ് പാറ്റേൺ. ഇവിടെയാണ് നമ്മൾ ഡിസ്ലൈറ്റ് നോക്കേണ്ടത്. ലൂസ് പീസ് പാറ്റേൺ എന്നാൽ നമുക്ക് ചില പർട്ടിക്കുലർ ഷേപ്പ്, ഫോർ എക്സാമ്പിൾ ഈ ഒരു ഷേപ്പ് നോക്കുക. ഫസ്റ്റ് പാർട്ടിലെ ഫിഗർ എന്ന് വെച്ചാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് കാണിക്കുന്നത്. 2 വ്യൂസ് ആണ് കാണിക്കുന്നത്. അതിൻ്റെ ഇൻ ദ മോൾഡ്, ഇൻ ദ സാൻഡ് മോൾഡ് വ്യൂ എടുത്തിട്ട് കഴിഞ്ഞാൽ നോക്കാം നമുക്കറിയാം എവിടെയുള്ള ഒരു ക്യാവിറ്റി, ഈ ഹാച്ച് ചെയ്ത പോർഷൻസ് അങ്ങോട്ട് ഫുൾ ഒഴിവാക്കിയിരുന്നില്ല. അപ്പോൾ അവിടെ കാണുന്ന ആ ഒരു ക്യാവിറ്റി ഉണ്ടല്ലോ,
അതാണ് നമുക്ക് വേണ്ട മോൾഡ് ക്യാവിറ്റി. ഓക്കെ, ഈ ഹാച്ച് ചെയ്ത പീസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെയുള്ള ക്യാവിറ്റിയാണ് നമുക്ക് വേണ്ട ഫൈനൽ പ്രോഡക്റ്റ് അതുപോലത്തെ ഷേപ്പിലെ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, സോ വി ഹാവ് ടു മേക്ക് ദ പാറ്റേൺ ഇൻ ദാറ്റ് ഷേപ്പ് അല്ലേ. സോ ഇഫ് യു ആർ മേക്കിംഗ് എ സിംഗിൾ പീസ് പാറ്റേൺ, ക്യാൻ വി റിമൂവ് ദ പാറ്റേൺ ഫ്രം ദ മോൾഡ്? റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? റെസ്പോണ്ട് ചെയ്ത് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? നമുക്ക് സിംഗിൾ പീസ് പാറ്റേൺ ആണെങ്കിൽ നമുക്ക് നോക്കാം. അവിടെ ഉണ്ടാക്കിയ സാൻഡ് മോൾഡ് ആണെങ്കിൽ ആ സാൻഡ് പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടല്ലേ, ശരിയല്ലേ? ഈ ഒരു പോർഷനിൽ സാൻഡ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? സോ ഇൻ സച്ച് കേസസ്, അപ്പോൾ പീസ് ബേസിലാണ് സച്ച് കേസസ് വി വിൽ ഗോ ഫോർ ലൂസ് പീസ് പാറ്റേൺ. ലൂസ് പീസ് പാറ്റേൺ എങ്ങനെയായിരിക്കും? 2 പീസായിട്ടായിരിക്കും ഉണ്ടാവില്ല പാറ്റേൺ. അപ്പോൾ അതിൽ നോക്കി ഇതുപോലുള്ള കോർണർ എഡ്ജ് പോർഷൻസിലൊക്കെ നമ്മൾ ഇതുപോലത്തെ ലൂസ് പീസ് കൊണ്ടാണ് പാറ്റേൺ ഉണ്ടാക്കിയത്. അപ്പോൾ നോക്കി നമുക്ക് അതിനെ സിമ്പിളായിട്ട് ഫസ്റ്റ് മെയിൻ പീസ് ഊരിയെടുത്തു, നമ്മൾ പാറ്റേൺ വെച്ചിട്ട് മോൾഡ് ഉണ്ടാക്കിയതിന് ശേഷം ലൂസ് പീസ് ആദ്യം മെയിൻ പീസ് ഊരിയെടുത്തു, അതിനുശേഷം നമ്മൾ ലൂസ് പീസിനെ മാറ്റി അതിന് അടർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. എങ്ങനെ? മോൾഡിനെ പൊളിക്കാണ്ട്, മോൾഡിന് ഡാമേജ് ആവാണ്ട് അകത്തിയെടുക്കാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഈസ് ദ ലൂസ് പീസ് പാറ്റേൺ. ഓക്കെ, ദെൻ during molding the obstructing part of the contour is held as a loose piece. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നെക്സ്റ്റ് വൺ ഈസ് എ ഫോളോ ബോർഡ് പാറ്റേൺ. സോ ഫോളോ ബോർഡ് പാറ്റേണിന്റെ 2 ഡിഫറെൻറ്റ് ഫിഗേഴ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിലൊരു ഫോളോ ബോർഡ് ഉണ്ടല്ലോ, സാൻഡ് മോൾഡ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ താഴെ നോക്കി, അതിൻ്റെ താഴെ നമ്മളൊരു ഫോളോ ബോർഡാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വേണ്ട പാറ്റേൺ ഈ ഒരു ലൈറ്റ് സാധനമാണ്, ലെങ്ത് വൈസ് അല്ല, ഈ ഒരു സാധനമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ഈ സെക്കൻഡ് ഫിഗർ നോക്കിയാൽ ഇങ്ങനെയുള്ളൊരു ഈ കാണുന്ന ഒരു ഷേപ്പിലാണുള്ളത്. ഈ ഹാച്ച് ചെയ്ത് കാണിക്കുന്നത് ഒരു ബോർഡാണ്, ഫോളോ ബോർഡാണ്. അതിന് മുകളിലാണ് നമ്മുടെ ഡ്രാഗ് പോർഷൻ ഇല്ല, സാൻഡ് ഫിൽ ചെയ്ത പോർഷനാണ് ഈ ഡോട്ടഡ് ആയിട്ട് കാണിക്കുന്നത്. ഇവിടെ എന്താണ്? ദിസ് ടൈപ്പ് ഓഫ് പാറ്റേൺ ഈസ് അഡോപ്റ്റഡ് ഫോർ ദോസ് കാസ്റ്റിംഗ്സ് വേർ ദെർ ആർ സം പോർഷൻസ് വിച്ച് ആർ സ്ട്രക്ചറലി വീക്ക്. സ്ട്രക്ചറലി വീക്ക് ആയ ചില പോർഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ തന്നെ നമ്മളൊരു പാറ്റേൺ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം സ്ട്രക്ചറലി വീക്ക് ആയിട്ടില്ല, അല്ലെങ്കിൽ തിൻ സെക്ഷൻസ് ഒക്കെ ഉള്ള പാർട്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പാറ്റേൺസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ പാറ്റേൺ വെച്ച് നമ്മൾ മഡ് അല്ലെങ്കിൽ സാൻഡ് റാം ചെയ്യുന്ന സമയത്ത് ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ടല്ലേ. സോ ഇഫ് യു ആർ നോട്ട് സപ്പോർട്ടിങ് പ്രോപ്പർലി ഇറ്റ് ഈസ് ലൈക്ലി ടു ബ്രേക്ക് അണ്ടർ ദ ഫോഴ്സ് ഓഫ് റാമിങ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. കാരണം നമുക്കത് റാം ചെയ്യുമ്പോൾ മഡ് മൂവ് ചെയ്യുന്നുണ്ടല്ലേ, മഡ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെയും മുകളിലും മഡായിരിക്കും പാറ്റേൺ. സോ ദർ ഇസ് എ ചാൻസ് ഓഫ് ബ്രേക്കിംഗ് ദ പാറ്റേൺ. ആൻഡ് ഇവിടെ എന്ത് നമ്മൾ ചെയ്തു? ഇത്തരത്തിൽ വീക്ക് പാറ്റേൺ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഒരു ഫോളോ ബോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ hence the bottom board is modified as a follow board to closely fit the contour of the weak pattern and the support it during the ramming of the drag. The ramming സമയത്ത് ഈ ഡ്രാഗ് പാർട്ടിലെ loose board which is similar to the shape of the lower part of the pattern which is used. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ റാമിങ് നടത്തിയാൽ എന്ത് സംഭവിക്കും? ഇത് പൊളിയാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, നേരെ മറിച്ച് 2 സൈഡിലും മഡ് എന്ന രീതിയിലാണെങ്കിൽ ഇവിടെ ഇത് പൊളിയാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. വീക്കായിട്ട് പാറ്റേൺ കേസാണ് നമ്മൾ ഇതുപോലുള്ള ഫോളോ ബോർഡ് പാറ്റേൺസ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ട്രക്ചറിൽ വീക്കായിട്ടുള്ള പോർഷൻസ് വരുന്ന ഘട്ടത്തിൽ. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫോളോ ബോർഡ് പാറ്റേൺ. നെക്സ്റ്റ് വൺ ഈസ് സ്വീപ്പ് പാറ്റേൺ. നമുക്കറിയാം സ്വീപ്പ് ചെയ്യാമെന്ന് നമുക്കറിയാം അല്ലെ. സ്വീപ്പിംഗ് എന്നുള്ള നമുക്കറിയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്വീപ്പ് ദ കംപ്ലീറ്റ് കാസ്റ്റിംഗ് ബൈ മീൻസ് ഓഫ് എ പ്ലെയിൻ സ്വീപ്പ്. These are used for generating large shapes which are axisymmetrical or prismatic in nature, such as bell shape or cylindrical shape. ഈ പാറ്റേൺ നമുക്ക് സ്വീപ്പ് ചെയ്താൽ നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു അതിൻ്റെ വെർട്ടിക്കൽ എഡ്ജ് നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്താൽ നമുക്കൊരു കോണിക്കൽ ഷേപ്പ് കിട്ടും. ശരിയല്ല, ഒരു കോണിക്കൽ ഷേപ്പ് കിട്ടില്ല. അതുപോലെ തന്നെ ഒരു റെക്ടാങ്കിൾ ലെങ്ത് വൈസ് വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ഒരു റെക്ടാങ്കിളിന് വിത്ത് റെസ്പെക്ട് ടു വൺ വെർട്ടിക്കൽ എഡ്ജ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് സിലിണ്ടർ ആയിരിക്കും അല്ലെ. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്വീപ്പിംഗ് പറയുന്നത്. ശരിയല്ല. അപ്പോൾ അതുപോലെ തന്നെ ഒരു സെമി സർക്കിളിനെ നമ്മൾ ചെയ്താൽ നമുക്ക് അവിടെ ഒരു സ്ഫിയർ കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ സ്വീപ്പിംഗ് പറയില്ല. അപ്പോൾ നമുക്ക് സ്വീപ്പ്, ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് പാറ്റേൺ.
നമുക്ക് വേണ്ട ഒരു സിമെട്രിക്കൽ പോർഷനാണ്. ഇതാണ് നമ്മുടെ ക്യാവിറ്റി അല്ലേ. അതാണ് നമ്മൾ ആക്ച്വലി പാറ്റേൺ കൊണ്ട് ഉണ്ടാക്കേണ്ടത്. നമ്മൾ ആക്ച്വലി പാറ്റേൺ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നോക്കി ഈ ക്യാവിറ്റി കംപ്ലീറ്റ് കവർ ചെയ്യുന്ന അത്രയും അല്ലെങ്കിൽ ക്യാവിറ്റിൻ്റെ ഷേപ്പിലുള്ള ഒരു പാറ്റേൺ നമ്മൾ ഉണ്ടാക്കാം. നേരെ മറിച്ച് ഇവിടെ ക്യാവിറ്റി സിമെട്രിക്കലാണ് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ യൂസ് ചെയ്യുന്നത് സ്വീപ്പ് പാറ്റേൺ ആണ്. പാറ്റേണിൻ്റെ ഹാഫ് പോർഷൻസ് നമുക്ക് മാനുഫാക്ചർ ചെയ്യേണ്ട ആവശ്യമില്ല. ആഫ്റ്റർ ദാറ്റ് വി വിൽ സ്വീപ്പ് ദി പാറ്റേൺ. സോ ഇൻ സച്ച് കേസസ് യൂഷ്വലി ഗ്രീൻ സാൻഡ്സ് വിൽ ബി യൂസ്ഡ്. സോ അതാണ് സ്വീപ്പ് പാറ്റേൺ പറയുന്നത്. These are used for generating large shapes which are asymmetrical or prismatic in nature, such as bell-shaped or cylindrical shapes. This greatly reduces the cost of the three-dimensional pattern. നമുക്ക് അവിടെ അതുപോലെ ത്രീ ഡയമെൻഷണൽ പാറ്റേൺ പോകേണ്ട ആവശ്യമില്ല. ഒരു 2D അതിൻ്റെ പാറ്റേൺ ഉണ്ടെങ്കിൽ നമുക്ക് സ്വീപ്പ് ചെയ്തിട്ട് നമുക്ക് 3D കിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയുന്നത് ഒരു 2D ആണ്. അതിനെ നമ്മൾ സ്വീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോൺ കിട്ടി 3D. റെക്ടാംഗിൾ 2D ആണ്. അതിന് സ്വീപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു സിലിണ്ടർ കിട്ടും. സെയിം നമുക്കൊരു സിലിണ്ടറിക്കൽ ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു റെക്ടാംഗിൾ ഷേപ്പിൽ സാധനം മതി. അതുപോലെ നമ്മളൊരു കോണിക്കൽ ആണെങ്കിൽ നമുക്കൊരു ട്രയാംഗിൾ ഷേപ്പിൽ സാധനം മതി. അല്ലെങ്കിൽ നമുക്ക് സിമെട്രിക്കൽ ആയില്ല ഏത് ആണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു 2D പാറ്റേണിൽ നമുക്കിത് സിമ്പിളായിട്ട് നമുക്ക് 3D ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോൾ യൂഷ്വലി ലാർജ് കാസ്റ്റിംഗ്സിൻ്റെ കേസിലാണ് നമ്മൾ ഈ പാറ്റേൺസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് എ സ്കെൽട്ടൺ പാറ്റേൺ. A skeleton of a pattern made of strip of wood is used for building the final pattern by packing sand around the skeleton. After packing the sand, the desired form is obtained with the help of a strickle. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ചില ടേംസാണ്. സ്കെൽട്ടൺ പാറ്റേണിൽ ഒരു സ്കെൽട്ടൺ ഉണ്ടാവും. ഓക്കെ. ദിസ് സ്കെൽട്ടൺ വിൽ ബി മെയ്ഡ് യൂസിങ് strips of wood. Second point. And after packing the sand, the desired form is obtained with the help of a strickle. The skeleton will be there. It is made out of a strip of wood and there is a strickle in order to form the final shape. Okay, strickle. അപ്പോൾ ഈ സ്കെൽട്ടൺ എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ഒരു സെയിം ഡിഫോൾട്ട് ആയിട്ടുള്ളൊരു പീസ് ആയിരിക്കില്ല. സ്കെൽട്ടൺ നമ്മുടെ ആവശ്യാനുസരിച്ച് നമുക്ക് മാറ്റാം. The type of skeleton to be made is dependent upon the geometry of the workpiece. ഇവിടെ കാണിക്കുന്നതാണ്. ആദ്യം നോക്കൂ, there is a skeleton frame അല്ലേ, ഇൻസൈഡ് ഹോളാണ്. സോ ഇൻ ദാറ്റ് വി വിൽ സീ സാൻഡ്. ഇവിടെ ലോങ് സാൻഡ് ആണ്. കുറേ ടൈപ്സ് സാൻഡ് മെറ്റീരിയൽസിൻ്റെ മോഡലാണ്. അതായത് ലോങ് സാൻഡ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന സാധനം സ്ട്രിക്കിൾ ബോർഡ്. ഇതൊക്കെ വുഡൻ മെറ്റീരിയൽസ് ആണ്. skeleton frame filled with long sand and finished with strickle board. Strickle board അതിൻ്റെ മുകളിൽ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഫിനിഷ്ഡ് ആയിട്ടുള്ള പാറ്റേൺ കിട്ടും. ഓക്കെ. So that is about skeleton pattern. So these are the different types of pattern. So this is a very important question. What is pattern? What are the different types of pattern? So ഇതെല്ലാം എഴുതണം. കുറച്ചെണ്ണത്തിനെങ്കിലും ഫിഗർ വരക്കണം. ഫിഗറിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സബ്ജക്റ്റാണ് മാനുഫാക്ചറിംഗ് പ്രോസസ്. മൊത്തം നല്ലോണം ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. വരച്ചതാണ് പഠിക്കാൻ ഫിഗർ നല്ല നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് പാറ്റേൺ അലവൻസസ്. എന്താണ് അലവൻസസ്? ആയിരിക്കും അറിയോ എന്താണ് അലവൻസസ് പറഞ്ഞാൽ? എന്ന് പറഞ്ഞേ. എന്താണ് അഖിലെ അറിയോ അലവൻസ് പറഞ്ഞാൽ എന്താ? അറിയോ? അസഫ് അറിയോ? അസഫ് പത്തേ അലവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? പാറ്റേൺ അലവൻസസ് ആണ്. എലമെന്റ്സ് പറഞ്ഞപ്പോൾ നമുക്കൊരു പാട്ട് ഉണ്ടാക്കണമെങ്കിൽ അല്ലെ, നമ്മളൊരു പാട്ട് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഒരു ക്യൂബിക്കൽ ഒരു ഷേപ്പ് നമ്മളെ യൂണിറ്റിലേക്ക് നമുക്കൊരു ക്യൂബ് വേണം. നമ്മളതിന് ഡയമെൻഷൻ കൊടുക്കും. ഓക്കെ. ഡയമെൻഷൻ കൊടുക്കുന്ന നമുക്ക് വേണ്ടത് വെച്ചാൽ 5x5 സെന്റിമീറ്റർ ബൈ 5x5x5. അതാണ് നമുക്ക് വേണം ക്യൂബിൻ്റെ എഡ്ജ്. നമ്മളത് മാനുഫാക്ചർ ചെയ്യാം. നമുക്ക് അത് 5x5x5 ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ സ്റ്റീലാണ്. നമുക്ക് 5x5x5 ആയിട്ടുള്ളത് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ഒരു പീസ് നമ്മൾ മാനുഫാക്ചർ ചെയ്യും. അല്ലെങ്കിൽ നമുക്കൊരു 10 പീസാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. 10 നമുക്ക് 5x5x5 ആണെങ്കിൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് 5x5x5 തന്നെ ആയിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല. വേറെ ഇത് സെർട്ടൈൻ വാല്യൂ ചെയ്തു അല്ലെ. ചിലപ്പോൾ 5.0001 ആവാം, അല്ലെങ്കിൽ 4.99 ആവാം,
എപ്പോഴും നമുക്ക് 5 ആയിട്ട് തന്നെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല. എങ്ങനെ എത്ര ഭയങ്കര ക്ലോസ് ആയാലും നമുക്ക് സൗണ്ട് കുറവുണ്ടോ? ഓക്കെ. ഹലോ, ഇപ്പോഴോ? ഓക്കെ. ഓക്കെ, അപ്പൊ പാറ്റേൺ അലവൻസസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പൊ അലവൻസ് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു പാർട്ട് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഒരു 5 സെന്റിമീറ്ററിൽ ഒരു പാർട്ട് ഉണ്ടാക്കണം. ഒരു സൈഡ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. 5x5x5 ഒരു ക്യൂബാണ് ഉണ്ടാക്കുന്നെങ്കിൽ നമുക്കത് ഒരു 10 പീസസ് ഉണ്ടാക്കുന്ന 10 പീസസ് നമ്മൾ ഈ പറയുന്ന സിമിലർ ഡയമെൻഷനിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂല. അത് നമുക്കൊരു ഒരു സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിക്കണം, ഒരു സപ്ലയർ അടുത്ത് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ പറയാണ് 5x5x5 ഡയമെൻഷൻ മാത്രമാണെങ്കിൽ ഞാനത് സ്വീകരിക്കുന്നു പറഞ്ഞാൽ അയാൾക്ക് അത് ഉണ്ടാക്കി തരാൻ വേണ്ടി പറ്റില്ല. കാരണം എപ്പോഴും അതിൽ ചിലപ്പോൾ 5.01 ആവാം, അല്ലെങ്കിൽ 4.99 ആവാം. അങ്ങനത്തെ ചെറിയ ചെറിയ വേരിയേഷൻസ് വരും. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, ഇതുപോലത്തെ കുറച്ചൊരു അലവൻസ് കൊടുക്കും, അല്ലെ? അതായത് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലുള്ളതാണെങ്കിൽ ഞാനത് എടുക്കും. നമ്മൾ ലിമിറ്റ് ഫിറ്റ് ആൻഡ് ടോളറൻസ് ഒക്കെ നിങ്ങൾ മെഷീൻ ഇതിൽ പഠിച്ചിട്ടുണ്ടാവും, ഡ്രോയിങ്ങിൽ നിങ്ങളെ അതിലില്ല നിങ്ങൾ ഗ്രാഫിക്സിലൊക്കെ പഠിച്ചതാണ്. അപ്പൊ അതിൽ വരുന്നതാണ് ഈ അലവൻസ്, അല്ലെ? ചെറിയൊരു അലവൻസ്, ഒരു കൂടുതലോ കുറവോ നമ്മൾ എൻ്റെ ഉള്ളിൽ വന്നാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അതിനെയാണ് നമ്മൾ അലവൻസ് പറയുന്നത്. സിമിലർലി പാറ്റേണിൽ നമ്മൾ അലവൻസ് കൊടുക്കണം. കുറച്ച് ടൈപ്സ് ഓഫ് അലവൻസസ് ഉണ്ട്. അതിന്റെ റീസൺസ് ആണ് ഇതിൽ പറയുന്നത്. So the dimensions of the pattern are different from the final dimension of the casting required. This is required because of the various reasons. The various pattern allowances are important ആണ്. പാറ്റേൺ അലവൻസ് ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന്. ഫസ്റ്റ് വൺ ഈസ് shrinkage allowance, second one is draft allowance, third one machining allowance, shake allowance and distortion allowance. അങ്ങനെ 5 allowances ആണ് പാറ്റേണിന്റെ കേസിലുള്ളത്. സോ പാറ്റേൺ നമ്മൾ എന്തിനാണ് ഉണ്ടാക്കുന്നത്? പാറ്റേൺ ഈസ് മെയ്ഡ് നോട്ട് ടു മേക്ക് ദ ഫൈനൽ പ്രോഡക്റ്റ്, അല്ലെ? ഫൈനൽ പ്രോഡക്റ്റിന്റെ ഡയമെൻഷൻസ് നമുക്കറിയാം. അപ്പോൾ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കേണ്ട സിമിലർ ആയിട്ടുള്ള ക്യാവിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്, ശരിയല്ലേ? ആ ക്യാവിറ്റി ഉണ്ടാക്കാനുള്ള പാറ്റേൺ ആണ് നമ്മൾ ഇനീഷ്യലി മാനുഫാക്ചർ ചെയ്യേണ്ടത്. സോ ഷുഡ് വി മേക്ക് ദ പാറ്റേൺ ഹാവിംഗ് ദ സെയിം ഡയമെൻഷൻ ഓർ സെയിം ഡയമെൻഷൻ ഓഫ് ദി ഫൈനൽ പ്രോഡക്റ്റ്? അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് വേണ്ട അതേ ഡയമെൻഷന്റെ പാറ്റേൺ ആണോ നമ്മൾ ഉണ്ടാക്കേണ്ടത്? ആണോ? ആയിരിക്കൂല, അല്ലെ? കാരണം ഡയമെൻഷൻസിൽ ചേഞ്ചസ് വരണം, മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് എന്തിന്റെയൊക്കെ ബേസിലാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പൊ കാണുന്ന ഫിഗറിലെ ഫൈനൽ പ്രോഡക്റ്റ് ഫിനിഷ്ഡ് കാസ്റ്റിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. നോക്കി അത് എങ്ങനെയാണുള്ളത്? അതൊരു സി ഷേപ്ഡ് പാർട്ടാണല്ലേ, അല്ലെ? ഫൈനൽ ഫിഗർ സി ഷേപ്ഡ് രണ്ട് എക്സ്റ്റൻഷൻ ഉണ്ട് രണ്ട് സൈഡിലും. അങ്ങനെ ഒരു സി ഷേപ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ ഫൈനലായിട്ട് ഉണ്ടാക്കിയത്. അതിന് നമ്മൾ ഉണ്ടാക്കിയ പാറ്റേൺ എങ്ങനെയാണ്? നോക്കിയേ, സെക്കൻഡ് ഫിഗർ നോക്കിയേ, മിഡിൽ ഫിഗർ, അതാണ് നമ്മൾ ഉണ്ടാക്കിയ പാറ്റേൺ. ആ പാറ്റേണിന്റെ അകത്ത് നോക്കിയേ, ഇതാ ഫൈനൽ പ്രോഡക്റ്റ് ഈസ് ഷോൺ ഇൻ ഡോട്ടഡ് ലൈൻ. ഡോട്ടഡ് ലൈനിൽ കാണിക്കുന്നത് ഫൈനൽ പ്രോഡക്റ്റ്, അത് ഒരു ഹോളോ ആണ്, അല്ലെ? അതും ഹോളോ ആണ് ഇത്രയും ഭാഗം. സോ നോക്കിയേ, ദിസ് ഫൈനൽ കാസ്റ്റിംഗിന് നമ്മൾ ഉണ്ടാക്കിയ പാറ്റേൺ, ദിസ് ഈസ് ദ ഷേപ്പ് ഓഫ് ദ പാറ്റേൺ. എൻറ്റയർലി ഡിഫറെന്റ്, അല്ലെ? എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ പാറ്റേൺ വെച്ചിട്ടുള്ള മൗൾഡാണ് നമ്മൾ ഫസ്റ്റ് ഫിഗറിൽ കാണുന്നത്. സോ എന്തുകൊണ്ടാണ് പാറ്റേൺ അങ്ങനെ മാറിയത് ഷേപ്പ്? ബിക്കോസ് വി ഹാവ് ഗിവൺ സർട്ടൈൻ അലവൻസസ് ടു ദി പാറ്റേൺ. So what are the different allowances? First one is shrinkage allowance. Okay, the shrinkage allowance is also called contraction allowance. എന്താണ് shrinkage? നമുക്കറിയാം, ഈ മെറ്റീരിയൽസ് നമ്മൾ ഉണ്ടാക്കുന്നത് മെറ്റൽസ് ഓർ അലോയ്സ് വെച്ചിട്ടാണ് നമുക്ക് ഉണ്ടാക്കുന്നത്, അല്ലെ? നമുക്കറിയാം മെറ്റൽസ് ആൻഡ് അലോയ്സ് ദേ വിൽ കോൺട്രാക്ട് ഓർ ദേ വിൽ എക്സ്പാൻഡ് ബേസ്ഡ് ഓൺ ദി ടെമ്പറേച്ചർ, അല്ലെ? അപ്പോൾ നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നതാണ്, വി ആർ പോറിംഗ് മോൾട്ടൺ മെറ്റൽ ഡ്യൂറിംഗ് കാസ്റ്റിംഗ്. സോ ഇറ്റ് വിൽ ബി ഇൻ ഹയർ ടെമ്പറേച്ചർ, ഇറ്റ് വിൽ ബി ഇൻ ആൻ എക്സ്പാൻഡഡ് സ്റ്റേറ്റ്, അല്ലെ? സോ വെനെവർ ഇറ്റ് ഈസ് സോളിഡിഫൈങ് ഇറ്റ് വിൽ കോൺട്രാക്ട്. കോൺട്രാക്ട് പറയുമ്പോൾ അതിന്റെ വോളിയം റെഡ്യൂസ് ചെയ്യും, അത് ചുരുങ്ങും. ഓക്കെ, സോ ടു അവോയ്ഡ് ക്രാക്കിംഗ് ഓഫ് ദ കാസ്റ്റിംഗ് ഡ്യൂറിംഗ് കൂളിംഗ് ദർ ഷുഡ് ബി അലവൻസസ് ഫോർ ഷ്രിങ്കേജ് ഡ്യൂറിംഗ് സോളിഡിഫിക്കേഷൻ. അപ്പോൾ ഈ ഷ്രിങ്കേജ്, അത് ഷ്രിങ്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ട സഫീഷ്യന്റ് മെറ്റീരിയൽ നമ്മൾ അതിൽ കൊടുക്കണം. ഓക്കെ, നമ്മളൊരു പാർട്ട് ഉണ്ടാക്കി, പാർട്ട് നമുക്ക് ഫൈനലായിട്ട് ഉണ്ടാക്കണം, സ്റ്റീലിന്റെ ഒരു പാർട്ട് ഉണ്ടാക്കണം. ഞാനൊരു വുഡൻ പാർട്ട് സെയിം ഷേപ്പിലുള്ള വുഡൻ പാറ്റേൺ ഞാൻ ഉണ്ടാക്കി. ഈ വുഡൻ പാറ്റേൺ വെച്ച് ഞാനൊരു മോൾഡ് ഉണ്ടാക്കി. ആ മോൾഡിലേക്ക് ഞാൻ ഈ സ്റ്റീലിന്റെ കാസ്റ്റ് ഒഴിച്ചു കൊടുത്തു. ഇനി എന്ത് സംഭവിക്കും? ഒഴിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് സെയിം ഫൈനൽ ഡയമെൻഷൻ തന്നെ കിട്ടിയത്. പക്ഷെ വൺസ് സോൾഡിഫൈങ് എന്ത് സംഭവിക്കും? ഈ മോൾഡിന്റെ ഉള്ളിലെ
ഈ പാറ്റേൺ ഈ മോൾഡിനുള്ളിൽ ഈ കാസ്റ്റ് എന്ത് ചെയ്യും, അതൊന്ന് ചുരുങ്ങും അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും, ആക്ച്വൽ ഡയമെൻഷനേക്കാളും കുറവ് ഡയമെൻഷനിലെ പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടല്. സോ ഇൻ ഓർഡർ ടു കോമ്പൻസേറ്റ് ഫോർ ദാറ്റ്, ഇനീഷ്യലി നമ്മൾ പാറ്റേൺ ഉണ്ടാക്കുമ്പോൾ തന്നെ അത് കൂട്ടിക്കൊടുക്കും. ഭാവിയിൽ സംഭവിക്കാവുന്ന ശ്രിങ്കേജിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കൂട്ടിക്കൊടുക്കും. അപ്പൊ അത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന ഈ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്ന ആ വാല്യൂ ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ ഫൈനൽ ഉണ്ടാക്കേണ്ട പ്രോഡക്റ്റ് ഏത് മെറ്റീരിയൽ ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ശരിയല്ലേ? ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ദിസ് ഷ്രിങ്കേജ് ഫാക്ടർ ഓഫ് ദ ഡിഫറെന്റ് മെറ്റൽസ് ഓർ അലോയ്സ് അല്ലെ. അല്ലെങ്കിൽ അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷനും ഡിപ്പെൻഡ് ചെയ്യും. ശരിയല്ലേ? ഓരോ ബ്രോൺസിനും ബ്രാസിനും സ്റ്റീലിനും അലൂമിനിയത്തിനും ഓരോ ഡിഫറെന്റ് മെറ്റൽസിനും ഡിഫറെന്റ് ആയിരിക്കും ഈ പറയുന്ന ഈ ഷ്രിങ്കേജ് എലമെന്റ്സിന്റെ ആ കോഎഫിഷ്യന്റ് വാല്യൂ. അപ്പോൾ അത് നോക്കിയിട്ട് അല്ലെ, ആ വാല്യൂ എടുത്തിട്ട്, ആ വാല്യൂ പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ഫോർ എക്സാമ്പിൾ 5 mm/m. ഒരു മീറ്ററിലുള്ള ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ 5 mm ആയിരിക്കും അവിടെ നമുക്ക് അതിനുണ്ടാവുന്ന ഷ്രിങ്കേജ്. ഓക്കെ, ചിലതിന്റെ കേസിൽ 13.5 ആയിരിക്കും, 13.5 mm/m. അതായത് ഒരു മീറ്റർ എടുക്കുമ്പോൾ 13.5 mm ആയിരിക്കും അവിടെ നടക്കുന്ന ഷ്രിങ്കേജ്. സോ ദാറ്റ് ഈസ് ദാറ്റ് ഷ്രിങ്കേജ് അലവൻസ് ഓർ ഷ്രിങ്കേജ് ദാറ്റ് ഫാക്ടർ. സോ നമ്മൾ ഉണ്ടാക്കുന്ന ഡയമെൻഷൻ അനുസരിച്ച് നമ്മൾ ദാറ്റ് മച്ച് സഫീഷ്യന്റ് ഷ്രിങ്കേജ് നമ്മൾ ഓൾറെഡി ഇനീഷ്യൽ ആയിട്ട് കൊടുക്കണം. സോ ദാറ്റ് ഈസ് കോൾഡ് ഷ്രിങ്കേജ് അലവൻസ്. ഇപ്പൊ ഈ ഒരു ടേബിൾ കാണിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ ഷ്രിങ്കേജ് അലവൻസ് ഫോർ വേരിയസ് മെറ്റൽസ്. നിങ്ങൾ അതിൽ നോക്കിയാൽ അതിലിപ്പോ നമുക്ക് നോക്കുകയാണെങ്കിൽ ബ്രാസിന്റെ അടുത്ത് നോക്കിയാൽ എത്രയാണ്, ഓൾമോസ്റ്റ് 15.5 അല്ലെ. ബ്രാസിന്റെ 15.5, കോപ്പർ ഇറ്റ് 16, ലെഡ് എടുക്കുകയാണെങ്കിൽ 26, സിങ്ക് ആണെങ്കിൽ 1 to 10 to 15. ഓക്കെ, മാലിബിൾ അയൺ ആണെങ്കിൽ 10.5. സോ അങ്ങനെ ഡിഫറെന്റ് മെറ്റീരിയൽസിന്റെ ഷ്രിങ്കേജ് അലവൻസ് ആണ് ഈ ടേബിളിൽ തന്നിട്ടുള്ളത്. ബിക്കോസ് യൂസിങ് ദിസ് നിങ്ങൾക്ക് ചിലപ്പോൾ സിമ്പിൾ പ്രോബ്ലംസ് വരാം. ഷ്രിങ്കേജ് അലവൻസ് ഒക്കെ വെച്ചിട്ട് സിമ്പിൾ പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ക്വസ്റ്റ്യനിൽ തന്നെ ആ ഷ്രിങ്കേജ് അലവൻസ് ഇൻ mm/m നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സെക്കൻഡ് വൺ ഇസ് ഡ്രാഫ്റ്റ് അലവൻസ്. അപ്പൊ ഷ്രിങ്കേജ് അലവൻസ് നമ്മൾ കൊടുക്കുന്നത് ഫൈനൽ കാസ്റ്റ് ഷ്രിങ്ക് ചെയ്യും. അപ്പൊ അതിന് ആ ഷ്രിങ്കേജിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇനിഷ്യലി കുറച്ച് അധികം മെറ്റൽ കൊടുക്കണം അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ ഷ്രിങ്കേജ് അലവൻസ് കൊടുക്കുന്നത്. അധികം കൊടുക്കുന്നതിന് നമ്മൾ ഷ്രിങ്കേജ് അലവൻസ് പറയും. അതാണ് ഇവിടെ കാണിക്കുന്നത്, ഈ ഫിഗറിൽ കണ്ടോ. ദിസ് മച്ച് തിക്നെസ്സിൽ നമ്മൾ ഷ്രിങ്കേജ് അലവൻസ് കൂട്ടിക്കൊടുത്തു. നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് ഇത്ര മാത്രമേ വേണ്ടൂ, പക്ഷെ നമ്മൾ മെറ്റീരിയൽ കുറച്ച് കൂടുതൽ കൊടുത്തു. അതുകൊണ്ടാണ് അതിന്റെ ഇത്രയും പോലെ തിക്നെസ് അല്ലെങ്കിൽ ഡെപ്ത് കുറച്ചും കൂടി കൂടിയത് അല്ലെ. എല്ലായിടത്തും നമ്മൾ അത്രയും ഷ്രിങ്കേജ് ഫാക്ടർ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വൺ ഈസ് ഡ്രാഫ്റ്റ് അലവൻസ്. ഓക്കെ, ഡ്രാഫ്റ്റ് അലവൻസ് ഡ്രാഫ്റ്റ് പറഞ്ഞാൽ നമ്മൾ ചെരുവിനെയാണ് ഡ്രാഫ്റ്റ് പറയുന്നത്, അല്ലെങ്കിൽ പേപ്പർ അല്ലെ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പേപ്പർ അലവൻസ്. എന്താണ് പേപ്പർ അലവൻസ്? എ സ്മോൾ ഡ്രാഫ്റ്റ് ഓർ പേപ്പർ typically is provided in sand mold pattern to enable removal of the pattern without damaging the mold. എന്താണ് നിങ്ങൾ നോക്കിയേ, ഇവിടെയുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഹാച്ച് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, ഇനീഷ്യൽ കേസിൽ നമ്മൾ ടാപ്പർ കൊടുക്കുന്നില്ല, ഡ്രാഫ്റ്റ് കൊടുക്കുന്നില്ല. ബി ഫിഗർ റെപ്രസെന്റ്സ് ദ സെയിം പാറ്റേൺ ഗിവിംഗ് ആഫ്റ്റർ ഗിവിംഗ് ഡ്രാഫ്റ്റ് അല്ലെ. നമുക്ക് ഏതാണ് ഈസി റിമൂവൽ സാധ്യമാവുക? നമുക്കറിയാം, നമ്മൾ ക്യൂബിക് പാറ്റേൺ വെച്ചിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ ചെയ്യുമ്പോൾ നമുക്കറിയാം അതെങ്ങനെയാണ് നമ്മൾ തിരിച്ച് വലിച്ചെടുത്തത് മുകളിലേക്ക് അല്ലെ. അവിടെ നിന്ന് നമുക്കറിയാം സാർ അത് വലിച്ചെടുക്കുന്ന സമയത്ത് ഉണ്ടാകും, അത് നമുക്കറിയാം, അത് ഓൾമോസ്റ്റ് നമ്മൾ ടാപ്പർ അതിന് കൊടുക്കുന്നില്ല. ശരിയല്ലേ? അപ്പൊ അത് വലിച്ചെടുക്കുമ്പോൾ സൈഡ് എഡ്ജ് തട്ടാണ്ട് വലിച്ചെടുക്കണം. കറക്റ്റ് അല്ലേ? എഡ്ജ് തട്ടാണ്ട് വലിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നല്ല പൊക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? മറിച്ച് നോക്കി ഈ രണ്ട് ഫിഗർ നോക്കി, എ എന്നുള്ള പാർട്ടിലെ പാറ്റേൺ നമ്മൾ വലിയ പുറത്തേക്ക് എടുക്കുകയാണ്. നമുക്ക് ആ ക്യാവിറ്റിയാണ് ഫൈനൽ വേണ്ടത് അല്ലെ. അപ്പൊ അവിടെ ദർ ആർ ചാൻസസ് ടു ഹിറ്റ് ദ പാരൽ എഡ്ജസ് അല്ലെ. ആ പാരലൈറ്റ് എഡ്ജസിന് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അത് എൻലാർജ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അവിടെ വലിച്ചെടുക്കുമ്പോൾ. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് എ സ്മോൾ ടാപ്പറിംഗ് വിൽ ബി ഗിവൺ ടു ദി എഡ്ജസ്. ഇപ്പൊ രണ്ടാമത്തെ കേസ് നോക്കി, നമ്മൾ ടാപ്പർ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കല്, ജസ്റ്റ് വൺസ് അത് അവിടെ റിമൂവ് ചെയ്താൽ മതി, പിന്നെ നമുക്ക് വലിച്ചെടുക്കാൻ ഈസി ആയിരിക്കും, പിന്നെ അത് എവിടെയും ടച്ച് ചെയ്യൂല അല്ലെ. ഓക്കെ, ഇത്ര പോലെ വലിച്ചെടുക്കുമ്പോൾ തന്നെ പിന്നെ അതിന്റെ എഡ്ജസ് അതിന്റെ പാരൽ സൈഡിലേക്ക് ടച്ച് ചെയ്യുന്നില്ല. സോ ടാപ്പറിംഗ് അവിടെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, ഇതുപോലത്തുള്ള സൈഡിൽ അടിച്ചായിട്ട് വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടാപ്പർ കൊടുക്കും അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് കൊടുക്കും ഇൻ ഓർഡർ ഫോർ ദി ഈസി റിമൂവൽ ഓഫ് ദി പാറ്റേൺ. ഇപ്പൊ ഡ്രാഫ്റ്റ് കൊടുക്കുന്ന നമുക്ക് നോർമൽ, നമുക്ക് അതിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്രാഫ്റ്റ് കൊടുത്ത പോലെ തോന്നൂല. വളരെ മൈന്യൂട്ട് ഡ്രാഫ്റ്റ്, ചെറിയൊരു ചെരുവേ കൊടുക്കുന്നുണ്ടാവും, വലിയ ചെരുവൊന്നുമല്ല. നമുക്ക് കണ്ടാൽ മനസ്സിലാവൂല ഡ്രാഫ്റ്റ് ഉണ്ട്. നമ്മളത് പ്രിസൈസ് ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് മെഷർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും അതിൽ ചെറിയ ഡ്രാഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഗിവൺ ഫോർ ഈസി റിമൂവൽ. സോ അങ്ങനെ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും അധികം മെറ്റൽ കൊടുക്കണം അല്ലെ.
ഇതാണ് ഇതിൽ വേണ്ട പ്രോഡക്റ്റ് ഇത്രയാണെങ്കിൽ ഡയമെൻഷൻ നോക്കിയേ, ഈ ഡയമെൻഷൻ നോക്കിയേ ഓൾമോസ്റ്റ് ഒരു 1.5 ഒരു 1.5 സെന്റിമീറ്റർ ആയിരിക്കും. പക്ഷെ ഇതിന്റെ താഴെ നോക്കിയാൽ താഴെ 1.5 തന്നെയാണ്. പക്ഷെ മുകളിലത്തെ ഡയമെൻഷൻ നോക്കിയാൽ കൂടി അല്ലെ. ഇവിടെ 1.5 ആണ് മുകളിൽ, ഇവിടെ അതൊരു 2.5 വരെ കൊടുത്തു. കാരണം ഡ്രാഫ്റ്റിന് ബാലൻസ് ചെയ്യാൻ പറ്റില്ല അത്രയും ഡയമെൻഷൻ. അപ്പൊ ഫൈനൽ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെഷീൻ ചെയ്ത് കളയണം. സോ അതാണ് ഡ്രാഫ്റ്റ് അലവൻസ് ഇമ്പോർട്ടന്റ് ആണ്. തേർഡ് വൺ ഈസ് മെഷീനിങ് അലവൻസ്, ഓൾസോ കോൾഡ് ഫിനിഷ് അലവൻസ്. മെഷീനിങ് അലവൻസ് ഇസ് ഓൾസോ കോൾഡ് ഫിനിഷ് അലവൻസ്. ഇപ്പോൾ എന്താണ് മെഷീനിങ് അലവൻസ്? ഓൾറെഡി ഫസ്റ്റ് ഫിഗറിൽ പോയാൽ നമുക്ക് അവിടെയും കാണിക്കുന്നുണ്ട്. മെഷീനിങ് അലവൻസ് കൊണ്ട് കുറച്ച് കാണിക്കുന്നുണ്ട് ഇവിടെ അല്ലെ. ഫിംഗർ അലവൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഡ്രാഫ്റ്റ് അലവൻസ് ഓക്കെ. നമ്മൾ ഈ വെർട്ടിക്കൽ എഡ്ജിൽ വരെ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഡ്രാഫ്റ്റ് കൊടുക്കുന്നത്. ഇവിടെ വരുന്ന വെർട്ടിക്കൽ എഡ്ജിന് നമ്മൾ ഇവിടെ ഡ്രാഫ്റ്റ് കൊടുക്കുന്നത്. എന്തിനാണ്? ഈസി റിമൂവൽ. ഈ കേസ് സ്പ്ലിറ്റ് പാറ്റേൺ ആണ്. മുകൾ ഭാഗം താഴെ ഭാഗം സെപ്പറേറ്റ് ആയിട്ടാണ്. സൗണ്ട് പോയി കുറഞ്ഞോ? ഹലോ, ഇപ്പൊ ശരിയല്ലേ? അപ്പൊ നോക്കിയേ, നമ്മളിവിടെ ഡ്രാഫ്റ്റ് കൊടുക്കുന്ന നോക്കിയേ, ഡ്രാഫ്റ്റ് കൊടുക്കുന്ന വെച്ചാൽ ഇതിന് ഈസിലി റിമൂവ് ചെയ്യാനാണ് ഡ്രാഫ്റ്റ് കൊടുക്കുന്നത്. നേരെ മറിച്ചത് പാരലാകുമ്പോൾ ബുദ്ധിമുട്ടാണ് അല്ലെ. ഇപ്പൊ നെക്സ്റ്റ് വന്ന് മെഷീനിങ് അലവൻസ്. എന്താണ് മെഷീനിങ് അലവൻസ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫൈനൽ പ്രോഡക്റ്റ്, ഇഫ് യു ആർ മാനുഫാക്ചറിംഗ് ഫൈനൽ പ്രോഡക്റ്റ് വിത്ത് ദി if you are making the pattern with the final product dimension, എന്ത് സംഭവിക്കും? നമ്മളൊരു പാറ്റേൺ ഈ കാസ്റ്റിലേക്ക് നമ്മൾ ഒഴിച്ചു. നമ്മൾ ഉണ്ടാക്കിയ കഴിഞ്ഞ വർഷം നമ്മൾ ഉണ്ടാക്കിയ ക്യൂബിന്റെ ഒരു മോൾഡ് നമ്മൾ ഉണ്ടാക്കി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ക്യൂബിന്റെ മോൾഡ് ഉണ്ടാക്കിയതിലേക്ക് നമ്മളൊരു കാസ്റ്റ് അലൂമിനിയം ഒഴിച്ചു എന്ന് ചോദിക്കാം. അലൂമിനിയത്തിന്റെ ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടി. ഫൈനൽ പ്രോഡക്റ്റിന്റെ നമ്മൾ ഈ പറയുന്ന വുഡൻ പാറ്റേണിൽ നമ്മൾ സഫീഷ്യന്റ് ഷ്രിങ്കേജ് അലവൻസ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഷ്രിങ്കേജും അലവൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മെഷീനിങ് അലവൻസ് കൊടുത്തിട്ടില്ല. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടി. ഫൈനൽ പ്രോഡക്റ്റിന്റെ ഡയമെൻഷൻ ഇപ്പൊ എന്തായിരിക്കും? ഓൾമോസ്റ്റ് പാറ്റേൺ ഡയമെൻഷനേക്കാളും കുറച്ച് കുറയും. കാരണം പാറ്റേൺ ഓൾറെഡി നമ്മൾ ഷ്രിങ്കേജ് അലവൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് കുറഞ്ഞ നമുക്ക് ആവശ്യമുള്ള ഡയമെൻഷനിൽ ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടി അല്ലെ. ഇനി നമുക്ക് ഈ ഫൈനൽ പ്രോഡക്റ്റ് അതുപോലെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? പറ്റൂല. നമ്മൾ അതിന്റെ മുകളിൽ കുറച്ച് സർഫസ് ഫിനിഷ് ഒക്കെ ചെയ്യണം. കാരണം കാസ്റ്റ് ചെയ്ത പാട്ട് ഒരിക്കലും അതിന്റെ സർഫസ് റഫ്നെസ് കൂടുതലായിരിക്കും അല്ലെ. അപ്പോൾ ഇൻ ഓർഡർ ടു make the surface smooth or in order to get the required surface finish for the application, we have to do certain machining operation on the surface of the final product. അപ്പൊ അങ്ങനെ മെഷീൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് മെറ്റൽ റിമൂവ് ചെയ്യണ്ടേ? അങ്ങനെ മെറ്റൽ റിമൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും അതിന്റെ ഡയമെൻഷൻസ് കുറയും അല്ലെ. അപ്പൊ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന പ്രോഡക്റ്റിന്റെ ഡയമെൻഷനിലേക്ക് അത് എത്തിക്കാൻ വേണ്ടി പറ്റൂല. അങ്ങനെ എത്തിക്കണമെങ്കിൽ നമ്മൾ സർഫസ് ഫിനിഷ് ചെയ്യാതിരിക്കും. അതും ശരിയാവൂല. So in order to accompany that, in order to compensate that you in the initial state we have to give certain allowances. അതിന് നമ്മൾ എന്ത് പറയുന്നത്? മെഷീനിങ് അലവൻസ് പറയുന്നത്. The allowance is usually in the range of 2 to 5 mm for small castings are given and for more than 25 mm for large castings are given. Okay. ഇപ്പോൾ 2 തൊട്ട് 5 mm വരെയാണ് ചെറിയ കാസ്റ്റിംഗ്സിന് കൊടുക്കുന്ന മെഷീനിങ് അലവൻസ്. അത്രയേ ഉള്ളൂ. 2 to 5 mm മില്ലിമീറ്റർ ആണ്. 2.5 സെന്റിമീറ്റർ വരെ നമ്മൾ ലാർജ് കാസ്റ്റിംഗ്സിന് കൊടുക്കും. അപ്പോൾ ഇനീഷ്യലി തന്നെ നമ്മൾ കുറച്ചധികം മെറ്റീരിയൽ കൊടുക്കും അല്ലെ. കാരണം അത്രയും മെറ്റീരിയൽ നമ്മൾ ഫൈനലി ഈ ഫിനിഷിന്റെ സമയത്ത് കളയേണ്ടതാണ്. അപ്പൊ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇനീഷ്യലി നമ്മൾ കുറച്ച് അധികം കൊടുക്കും. അതിനാണ് മെഷീനിങ് അലവൻസ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഷെയ്ക്ക് അലവൻസ്. ഇപ്പൊ എന്താണ് ഷെയ്ക്ക് അലവൻസ് എന്ന് വെച്ചാൽ? ഇത് ഫോർത്ത് വൺ ആണ് ഷെയ്ക്ക് അലവൻസ്. ബിഫോർ വിഡ്രോവൽ ഫ്രം ദ സാൻഡ് മോൾഡ് ദ പാറ്റേൺ ഈസ് ഷെയ്ക്കൺ ഓർ wrapped all around the vertical faces to enlarge the mold cavity slightly, which facilitates removal. നമുക്ക് നോക്കിയാൽ നമുക്കറിയാം. ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്കറിയാം. പാറ്റേൺ ഉണ്ട്, മോൾഡ് ഉണ്ട്. നമ്മൾ പാറ്റേൺ എടുക്കുന്ന എങ്ങനെ? നമ്മൾ ഡ്രോ സ്പൈക്ക് കൊണ്ട് എടുക്കും അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു പിന്ന് പോലുള്ള സാധനം ഡ്രോ സ്പൈക്ക് ഉണ്ട്. അതിന്റെ മോൾഡ്, പാറ്റേണിന്റെ മോൾഡ് നമ്മൾ ആദ്യം ഒന്ന് അവിടെ അതിനെ അടിച്ച് അതിന്റെ അകത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് നമ്മൾ ആ ഡ്രോ സ്പൈക്കിനെ വലിക്കുമ്പോൾ നമുക്ക് പാറ്റേണും റിമൂവ് ആയിട്ട് കിട്ടും. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും നമ്മൾ ചെയ്തത്. ശരിയല്ലേ? സോ ഈസിലി റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി എന്ത് കൊടുത്തിട്ടുണ്ട്? വി ഹാവ് ഗിവൺ. ഇവിടെ നമ്മൾ ഡ്രാഫ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ഈ ഫിഗറിൽ നമുക്ക് ഡ്രാഫ്റ്റ് കൊടുത്തിട്ട് കാണുന്നില്ല. ഡ്രാഫ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ആ ഡ്രാഫ്റ്റ് കൊടുത്താലും നമുക്കത് കണ്ടാൽ മനസ്സിലാവുന്നില്ല. അത് ഓൾമോസ്റ്റ് ഒരു വെർട്ടിക്കലായിട്ട് തന്നെ ആയിരിക്കും നമുക്ക് കാണുന്നുണ്ടാവുക. അത്രയും മൈന്യൂട്ട് ഡ്രാഫ്റ്റേ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ. ഈവൻ നമ്മൾ ഡ്രാഫ്റ്റ് കൊടുത്താൽ പോലും നമുക്ക് പാറ്റേൺ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് അതിന് ഇപ്പൊ ഡ്രോസ് സ്പൈക്കിനെ ഒന്ന് നമ്മൾ ഷെയ്ക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ ഇളക്കി എടുക്കാൻ വേണ്ടി പറ്റും അല്ലെ. കാരണം നമ്മൾ അത്രയും റാം ചെയ്തിട്ട് അതിനെ അവിടെ സെറ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. സോ അതിൽ നിന്ന് അതിനെ പാറ്റേൺ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനെ അടിച്ചിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. അതിനാണ് ഷെയ്ക്കൺ ഓർ റാപ്പിഡ് എന്ന് പറയുന്നത്. ഷെയ്ക്ക് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ ക്യാവിറ്റിയിൽ ചെറിയ തോതിൽ 0.5 mm or 1 mm വരെ ഒന്ന് അത് വലുതാവാനുള്ള ചാൻസ്. ശരിയല്ലേ? സോ അതിനെയാണ് ഷെയ്ക്ക് അലവൻസ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഷെയ്ക്ക് അലവൻസ് നമ്മൾ കൊടുക്കുമ്പോൾ ഇനീഷ്യൽ പാറ്റേണിൽ നമ്മൾ എന്ത് സംഭവിക്കും? കുറച്ച് കുറവേ കൊടുക്കും മെറ്റീരിയൽ.
അപ്പോൾ പാറ്റേൺ കുറച്ച് ചെറുതാക്കും. കാരണം പിന്നീട് നമ്മൾ ഷെയ്ക്ക് ചെയ്യുന്നതനുസരിച്ച് അത് വലുതാവുമല്ലോ. അത്രയും എമൗണ്ട് കുറച്ച് കൊടുക്കും. സോ ഹൗ ദിസ് എമൗണ്ട് ഈസ് കാൽക്കുലേറ്റ്, അത് കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. ബിക്കോസ് ദർ ഇസ് നോ ഷുവർ വേ ഓഫ് ക്വാണ്ടിഫൈങ് ദിസ് അലവൻസ് സിൻസ് ഇറ്റ് ഈസ് ഹൈലി ഡിപെൻഡന്റ് ഓൺ ദ ഫൗണ്ടറി പേഴ്സണൽ ആൻഡ് ദി പ്രാക്ടീസസ് ഇൻവോൾവ്. അപ്പോൾ ഫൗണ്ടറി പേഴ്സൺ ആരാണോ വർക്ക് ചെയ്യുന്നത് അയാളുടെ സ്കില്ലിനനുസരിച്ചിരിക്കും. ഇഫ് ഈസ് എൻ എഫിഷ്യന്റ് ആൻഡ് സ്കിൽഡ് വർക്കർ, നോ നീഡ് ടു ഗിവ് സച്ച് ഷേക്ക് അലവൻസ് അല്ലെ. ഇപ്പോൾ അയാൾ ഒരു ഫ്രഷർ വർക്കർ ആണെങ്കിൽ അയാൾ കുറച്ചധികം ഷേക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും എടുക്കില്ല. അപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ അലവൻസ് കൊടുക്കണം. So it depends on the method of depends on the foundry personnel and the what are the practices involved in that particular foundry shop, foundry floor. Okay, adine nammal shake allowance nu parayum. Another one is distortion allowance. Last one is distortion allowance. Allowance ellam important aanu. Last one is distortion allowance. A metal when has just solidified is very weak and therefore is likely to distort or warp. നമുക്കറിയാം ചില പർട്ടിക്കുലർ ഷേപ്പിലുള്ള ഒബ്ജക്ട്, ഇപ്പോൾ താഴെ കൊടുത്ത ഫിഗർ നോക്കാം, ഒരു യു ഷേപ്പിലുള്ള ഒബ്ജക്റ്റ് ആണ്, ലൈറ്റ് ആയില്ല, തിക്നെസ് കുറഞ്ഞ ഫൈൻ പ്രോഡക്റ്റ്, തിക്നെസ് കുറഞ്ഞ പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് പർട്ടിക്കുലർലി സോ ഫോർ വീക്ക് സെക്ഷൻസ് സച്ച് ആസ് ലോങ് ഫ്ലാറ്റ് പോർഷൻസ് ലൈക്ക് വി യു സെക്ഷൻസ്, തിൻ ആൻഡ് ലോങ് സെക്ഷൻസ് കണക്റ്റഡ് ടു തിക് സെക്ഷൻ. തിക് സെക്ഷനുമായിട്ട് കണക്ട് ചെയ്ത തിൻ സെക്ഷൻസ് വരുന്ന പാട്ടുണ്ട് പോലെ. അപ്പൊ അത്തരത്തിലുള്ള പാട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതെന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? അത് ഡിസ്റ്റോർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ വാർപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു യു ഷേപ്പ് സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ താഴെ കാണിക്കുന്ന ഫിഗർ പോലെ അതൊന്ന് സോൾഡിഫൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ യുവിൽ ചിലപ്പോൾ ചുരുങ്ങി അടുത്തേക്ക് വരാം അല്ലെ. അതിനെയാണ് നമ്മൾ വാർപ്പിംഗ് അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഒരു വളവ്, ഒടിവ്, ചെരിവ് ഒക്കെ പറയും നമ്മൾ. യു ഇല്ല സാധനം നമ്മൾ ഉണ്ടാക്കി, പാറ്റേൺ വെച്ചിട്ട് യു ഉണ്ടാക്കി, ആ പാറ്റേൺ മാറ്റിയിട്ട് ആ യു എന്നുള്ള ക്യാവിറ്റിയിലേക്ക് നമ്മൾ വേണ്ട ഫൈനൽ നമ്മളൊരു അലൂമിനിയത്തിന്റെ കാസ്റ്റ് ഫില്ല് ചെയ്തു. അതിനുശേഷം ഇത് സോൾഡിഫൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ യു എന്നുള്ള രണ്ടും ഹൊറിസോണ്ടലായിട്ട് നിൽക്കണ്ടേ, വെർട്ടിക്കലായിട്ട് പാരലായിട്ട് നിൽക്കണ്ടേ, അവരതൊന്നും അടുത്തേക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം അത് സെക്ഷൻ തിന്നായോണ്ട് അതൊന്ന് ഡിസ്റ്റോർട്ട് ആയി പോയി അല്ലെ. ചിലപ്പോൾ അതിന്റെ യുവിന്റെ താഴെയുള്ള ഭാഗം തിക്കർ ആയിരിക്കും, യുവിന്റെ മുകളിലേക്ക് തിന്നായിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ തിൻ സെക്ഷൻ തിക് സെക്ഷൻ തമ്മിൽ സോൾഡിഫിക്കേഷനിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ അന്നേരം അതൊന്ന് വാർപ്പ് ചെയ്യാം, ഒന്ന് ഡിസ്റ്റോർട്ട് ചെയ്യാം അല്ലെ, ഒന്ന് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദിസ് ഡിസ്റ്റോർഷൻ വി ഹാവ് ടു ഗിവ് ഡിസ്റ്റോർഷൻ അലവൻസ്. അപ്പോൾ മുമ്പേ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമുക്കറിയാം. ഓരോ മെറ്റീരിയലും ഡിസ്റ്റോർട്ട് ചെയ്യാൻ ഏത് വശത്തേക്കായിരിക്കും ചെയ്യുക എന്നുള്ളത് ആ ഫൈനൽ പ്രോഡക്റ്റ് ഷേപ്പ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ട്രയൽ എറർ ആണത്. ഓക്കെ, സോ അതിനനുസരിച്ച് നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്റ്റോർഷൻ അലവൻസ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യു ഷേപ്പിൽ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കുന്നത്, അപ്പൊ അത് അകത്തേക്കാണ് അത് കൂടി പോകുന്നതെങ്കിൽ നമ്മൾ അതിന് കണക്കായിട്ട് ഇനീഷ്യൽ പാറ്റേണിൽ തന്നെ പുറത്തേക്ക് കുറച്ച് അലവൻസ് കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും? പിന്നീട് അത് കൂടി പോകുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യും. പിന്നീട് അത് കൂടി പോയാലും അതെന്ത് സംഭവിക്കും? അത് കൃത്യം യു ഷേപ്പിലേക്കായിരിക്കും എത്തിച്ചേരുക. Okay, the founder practice should be to make extra material provision for reducing distortion. Alternatively, the shape of pattern itself should be given a distortion of equal amount in the opposite direction of the likely distortion direction. This can be done by trial and error basis to get the distortion amount. Okay, അപ്പോൾ അതാണ് ഡിസ്റ്റോർഷൻ അലവൻസ് ഫിഗറും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെന്റ് ഡിസ്റ്റോർഷൻ. അപ്പോൾ എന്നാ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും ഒന്ന് എഴുതിയെടുക്കാം. ഇപ്പോൾ ടൈം ആയിട്ടുണ്ട്, നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എല്ലാവരും അറ്റൻഡൻസ് ഒന്ന്